ഇസ്രായേൽ സംഘർഷം മൂർച്ഛിച്ചതോടുകൂടി തന്നെ ആഗോള വ്യാപാര വിപണിയെ പോലും അത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് മറ്റു വലിയ ചോദ്യങ്ങളിലേക്കാണ്. അതായത് ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്ക് മുൻപേ തന്നെ ആഗോള എണ്ണ വിപണിയെ US സുരക്ഷിതമാക്കുമോ എന്നതായിരുന്നു ആ ചോദ്യം. യുദ്ധം തുടങ്ങുന്നതിന് വലിയ രീതിയിൽ തോക്കുകൾ കൊണ്ടല്ല, മറിച്ച് വിപണികളുടെ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് അത് തെളിയിക്കുന്ന ചില രീതിയിലായിരിക്കും യുദ്ധം നടത്തുന്നതെന്ന വിലയിരുത്തൽ പുറത്തു വന്നിരുന്നു. ഹോർമോസ് കടലിടുക്കും ഇറാന്റെ ഭീഷണിയും ലോകത്തെ എണ്ണക്കപ്പലുകളുടെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ കയ്യിലെ ഏറ്റവും വലിയൊരു തുറുപ്പുചീട്ട് തന്നെയായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത് പോലും ഇത്തരത്തിൽ എണ്ണ വിതരണമുള്ള രാജ്യങ്ങളെയാണ്. കൂടുതലായി തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഈ ഒരു രീതിയിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയിലും ഒമാനിലും അടക്കം അവിടുത്തെ എണ്ണ കമ്പനികളിലേക്ക് എണ്ണ ശേഖരമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇറാൻ ബോംബിട്ട് തകർക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇത്തരമൊരു ആശങ്ക ഇവിടെ നിലനിൽക്കുന്നതായി തന്നെ വിലയിരുത്തപ്പെടുന്നത്. അതേസമയം തങ്ങൾ ഇവിടെ ആക്രമിക്കപ്പെട്ടാൽ ഹോർമൂസ് അടയ്ക്കുമെന്ന് പോലും ഇറാൻ ഇവിടെ വലിയ രീതിയിലുള്ള ഭീഷണികൾ മുഴക്കുകയും ചെയ്തു. അതുണ്ടായാൽ ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെ തകരുമെന്ന് നന്നായി അവർക്കറിയാം. ഇത് ഭീഷണിയെ മറികടക്കാൻ US-നൊരു ബാക്കപ്പ് പ്ലാൻ ആവശ്യമായിരുന്നുവെന്നും പറയപ്പെടുന്നു. അതായത് വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ വിതരണവും US-ന്റെ സ്വന്തം ഷെൽ ഓയിൽ ഉൽപാദനവുമാണ് ഹോർമൂസ് ഭീഷണിയിൽ നിന്നുള്ള സുരക്ഷാ വലയം തീർക്കുന്നത് എന്നതാണ് ആ ഒരു പ്ലാൻ B ആയി തന്നെ പറയപ്പെടുന്നത്. ഇൻഷുറൻസും ഷിപ്പിംഗ് പ്രതിസന്ധിയും യുദ്ധമുണ്ടായാൽ എണ്ണക്കപ്പലുകളുടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുകയും പാതകൾ അവിടെ അത് മാറേണ്ടി വരികയും ചെയ്യും. ഇത് എണ്ണവില വർദ്ധിപ്പിക്കുകയും സൈനിക തയ്യാറെടുപ്പിനോടൊപ്പം തന്നെ ഇത്തരം സാമ്പത്തിക ആഘാതങ്ങൾ കുറയ്ക്കാനുള്ള ഇൻഷുറൻസ് സ്റ്റെബിലിറ്റി പ്ലാനുകളും ഷിപ്പിംഗ് സുരക്ഷാ ക്രമീകരണങ്ങളും US മാസങ്ങൾക്ക് മുൻപേ ആസൂത്രണം ചെയ്തിട്ടുണ്ടാകാമെന്നാണ് പറയപ്പെടുന്നത്. മാസങ്ങൾ നീണ്ട ആസൂത്രണം, ഇറാന്റെ മേൽ ഇപ്പോൾ നടക്കുന്ന ഓരോ സൈനിക നീക്കത്തിന് പിന്നിലും മാസങ്ങൾ നീണ്ട സാമ്പത്തിക ആസൂത്രണം ഉണ്ട് എന്നതും വിലയിരുത്തപ്പെടുകയാണ്. US തന്നെ അതും സൂചിപ്പിക്കുകയും വെനസ്വേലയിലെ ഭരണമാറ്റം മുതൽ ഗൾഫിലെ യുദ്ധക്കപ്പലുകളുടെ വിന്യാസം വരെ ഒരു വലിയ തിരക്കഥയുടെ ഭാഗമാണ് എന്നും എണ്ണവില നിയന്ത്രിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ലഭിച്ച ശേഷമാണ് US ഇറാനെതിരെ നേരിട്ടുള്ള നീക്കത്തിലേക്ക് കടന്നതെന്നും പറയപ്പെടുന്നു. അതേപോലെ വിപണിയെ സുരക്ഷിതമാക്കിയ ശേഷമുള്ള ഈ ഒരു യുദ്ധം അത് ലോകക്രമത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ഇനി കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. നിശബ്ദമായ ആദ്യ നീക്കം ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്നത് US-ന്റെ ദീർഘകാല ഒരു ലക്ഷ്യമാണ്. എന്നാൽ അതിന് വലിയൊരു വില നൽകേണ്ടി വരും, അല്ലെങ്കിൽ വില നൽകി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതായത് ആഗോളതലത്തിൽ എണ്ണയുടെ വില കുതിച്ചുയരാൻ വലിയ സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇറാനെതിരെയുള്ള ഏതൊരു നീക്കവും എണ്ണവില കുതിച്ചുയരാൻ കാരണമായേക്കും. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി തന്നെ US കണ്ടത് വെനസ്വേലയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള വെനസ്വേലയെ നിക്കോളാസ് മുഡ്രോയുടെ ഭരണം അവസാനിപ്പിച്ചതും അദ്ദേഹം US-ന്റെ തടവിലായതുമൊക്കെ വെറും ഒരു രാഷ്ട്രീയ അട്ടിമറി മാത്രമായിരുന്നില്ല, മറിച്ച് ആഗോള എണ്ണ വിപണിയിലേക്ക് ഇറാനിലേക്കുള്ള ആ ഒരു ക്രൂഡ് ഓയിലിന്റെ അത് എത്തുന്നതിന്റെ തോത്, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന വിടവ് നികത്താനുള്ള US-ന്റെ മുൻകരുതലിന്റെ ഭാഗമായിരുന്നു എന്നതാണ് ഇവിടെ നമുക്ക് കരുതേണ്ടി വരിക. വെനസ്വേലയിലെ എണ്ണ ഉൽപാദനം പുനഃസ്ഥാപിക്കുന്നതിലൂടെ തന്നെ ലോക വിപണിയിൽ എണ്ണ ലഭ്യത ഉറപ്പാക്കാൻ US-ന് സാധിക്കുന്നു എന്നതാണ്. അതേപോലെ തന്നെ OPEC+ ചൈന ഘടകവും എണ്ണ വിപണി സങ്കീർണമാക്കുകയാണ്. സൗദി അറേബ്യയും റഷ്യയും ഒക്കെ തന്നെ ഇപ്പോൾ നയിക്കുന്ന ഈ ഒരു രീതിയിൽ ഇതിന്റെ ഈ ഒരു കൂട്ടായ്മയോടുകൂടി തന്നെയുള്ള ഉൽപ്പന്നം കുറച്ചുകൊണ്ട് വില വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വെനസ്വേല പോലുള്ള രാജ്യങ്ങൾ ഒപ്പം നിൽക്കേണ്ടത് US-ന്റെ ആവശ്യമാണ് എന്നതും പറയുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ചൈന ഇറാന്റെയും വെനസ്വേലയുടെയും വലിയൊരു ഉപഭോക്താവ് തന്നെയാണ്. US ഉപരോധങ്ങളെ മറികടക്കാൻ ഇവർക്ക് ചൈന നൽകുന്ന പിന്തുണ തകർക്കുക എന്നതും US-ന്റെ നീക്കങ്ങളിൽ അതിന് പിന്നിലുണ്ട് എന്നും പറയപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.